ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൾ PSC എക്സാം ടിപ്സ്. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മാത്സ് ഫോർ സക്സസ് എന്ന് പറയുന്ന ഒരു വീഡിയോ ക്ലാസ് സീരീസ് ആണ്. വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഉൾപ്പെടുന്ന രീതിയിൽ മാത്സിലെ കാര്യങ്ങൾ പരിചയപ്പെടുത്തുക എന്നതാണ് ഈ ഒരു വീഡിയോ ക്ലാസ് സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓരോ ക്ലാസ്സിലൂടെയായിട്ട് മാത്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് കാര്യങ്ങൾ മുതലുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്തുകയും വരാൻ പോകുന്ന പരീക്ഷകൾക്ക് മാത്സ് കുഴപ്പമാക്കിയെടുക്കുക അല്ലെങ്കിൽ സിമ്പിളാക്കി എടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മളിവിടെ ഈ ഒരു വീഡിയോ ക്ലാസ് സീരീസ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ കേരള PSCയുടെ ഇയർലി കലണ്ടർ വന്നു കഴിഞ്ഞു. അതിലെല്ലാം തന്നെ നമ്മൾ പരിശോധിച്ചാൽ മാത്സ് എന്ന് പറയുന്ന ഭാഗത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതിൻ്റെ സിലബസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ നമ്മൾ ഈ ടഫായിട്ടുള്ള പരീക്ഷകളൊക്കെ വരുന്ന സമയത്ത് മാത്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത് വളരെയധികം സഹായമാവുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ മാത്സ് എന്ന് പറയുന്ന ഭാഗം നമ്മളിവിടെ കുറച്ചീച്ചയായിട്ട് ഓരോരോ ക്ലാസ്സിലൂടെയായിട്ട് പഠിച്ചെടുക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഒരു ടെലഗ്രാം ചാനൽ ലിങ്കും നൽകാം. അതിലൂടെ മാത്സിൻ്റെ ക്ലാസ്സുകൾ മാത്രമായിരിക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ ഇടുന്ന ഓരോ ക്ലാസ്സിൻ്റെ ലിങ്ക് അതിലൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടെലഗ്രാം ചാനൽ നോക്കിക്കഴിഞ്ഞാൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു അപ്ഡേറ്റ് എന്ന നിലയിൽ ഒരുമിച്ച്, അതായത് ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാനും പറ്റും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ PDF ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെ എടുക്കുന്ന ക്ലാസ്സിൻ്റെ ഒക്കെ PDF ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അത് ആ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സംഖ്യകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ്. അതിൽ ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് സംഖ്യകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 2ന്റെ ഹരണം എങ്ങനെ കണ്ടുപിടിക്കാം, 8ന്റെ ഹരണം എങ്ങനെ കണ്ടുപിടിക്കാം, അതേപോലെ തന്നെ 4ന്റെ ഹരണം എങ്ങനെ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഒരു നമ്പർ തന്നിട്ട് അത് 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, അതുപോലെ 8 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള നമ്പറുകൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, സിമ്പിളായിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈയുടെ സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഒന്നാമത്തെ ക്ലാസ്സിൽ ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് ഒന്നാമത്തെ ഭാഗമാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളിലൂടെയാണ് ഈ ക്ലാസ് മുന്നോട്ട് വരുന്നത്. അതിലാദ്യം 2 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഒരു നമ്പർ 2 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നമ്മൾ അങ്ങനെയാണ് ചെക്ക് ചെയ്യുക. അതിൽ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് മാത്രം പരിശോധിക്കുക. എന്നിട്ട് ആ ഒരു ഡിജിറ്റ് ഒന്നെങ്കിൽ 0 ആണോ അല്ലെങ്കിൽ ഒരു ഇരട്ട സംഖ്യയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. ഇത് 2 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ സംഖ്യ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന്. ഉദാഹരണമായിട്ട് 8468 എന്ന് പറയുന്ന ഒരു സംഖ്യ തന്നിരിക്കുന്നു. ഇതിലെ അവസാനത്തെ ഡിജിറ്റ് 8 ആണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 8468 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 കൊണ്ട് 0 പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി 8460 എന്നാണ് നൽകുന്നതെങ്കിൽ ഈ 0 അവസാന ഡിജിറ്റ് എന്നതിനാൽ തന്നെ ആ ഒരു നമ്പറിനെയും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ അതിന്റെ സ്ഥാനത്ത് ഞാൻ 8469 എന്നാണ് നൽകിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അവസാനത്തെ ഡിജിറ്റ് ഒരു ഒറ്റ സംഖ്യയാണ്, അതുകൊണ്ട് 8469നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സിമ്പിളായിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷനിലേക്ക് വരുമ്പോഴോ 3567 എന്ന് പറയുന്ന നമ്പർ എടുത്താൽ അവസാന ഡിജിറ്റ് 7 ആണ്. അപ്പോൾ അതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി 3745 എടുത്താലും പറ്റത്തില്ല. ഇനി ഇവിടെ 9 ആണ് വരുന്നത് മൂന്നാമത്തെ ഓപ്ഷനിൽ, അതും പറ്റത്തില്ല. എന്നാൽ അടുത്ത ഓപ്ഷനിലേക്ക് വരുമ്പോൾ 3548 എന്നാണ്. അവസാനത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് 8 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം അതൊരു ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും 3548 എന്ന് പറയുന്നത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ആണെന്ന്. അപ്പോൾ നമ്മൾ 2ന്റെ ഡിവിസിബിലിറ്റി പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെ ആയിരിക്കും, സിമ്പിളാണ് 2ന്റെ ഡിവിസിബിലിറ്റി. അതിനോടൊപ്പം നമ്മൾ പഠിച്ചു വെക്കേണ്ടത് 4ന്റെ ഡിവിസിബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ്. അപ്പോൾ 2നോടൊപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ന്റെ ഡിവിസിബിലിറ്റിയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു ചോദ്യം നോക്കാം. പ്രീവിയസ് ചോദ്യമാണ്. 47325 സ്റ്റാർ 0 എന്നാണ് നമ്മുടെ ചോദ്യം. 47325 സ്റ്റാർ 0 എന്നാണ് നമ്മുടെ ചോദ്യം. ആ സ്റ്റാറിന്റെ ഭാഗത്ത് ഏത് അക്കം ചേർത്താൽ 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 2ന്റെ കേസിലേക്ക് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ അവസാനത്തെ ഡിജിറ്റ് മാത്രം നമ്മൾ പരിശോധിക്കും. അത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറോ അല്ലെങ്കിൽ ഒരു ഇരട്ട നമ്പറോ അല്ലെങ്കിൽ 0 ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. എന്നാൽ 4ന്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ അവസാനത്തെ 2 ഡിജിറ്റ് നമ്മൾ എടുക്കും. ആ ഒരു നമ്പറിലെ അവസാനത്തെ 2 ഡിജിറ്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒറ്റാമത്തെ ഡിജിറ്റും 10ാമത്തെ ഡിജിറ്റും നമ്മൾ എടുക്കും. അങ്ങനെയാണെങ്കിൽ ഈ 2 ഡിജിറ്റിൽ വരുന്നത് 00 ആണ് എങ്കിൽ നമുക്ക് പറയാൻ പറ്റും മൊത്തത്തിലുള്ള നമ്പറിനെ നമുക്ക് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാം, 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. എക്സാമ്പിൾ ആയിട്ട് 2 3 7 5 6 7 8 എന്ന് പറയുന്ന ഒരു നമ്പർ തന്നിരിക്കുന്നു. പിന്നെ അതിന് ശേഷം 00 എന്നാണ് കൊടുത്തത്. അപ്പോൾ ഈ ഒരു നമ്പറിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ 2 മാത്രം നോക്കിയാൽ മതി, 2 0 മാത്രം നോക്കിയാൽ മതി. അവസാനം തന്നിരിക്കുന്ന 2 0 ആണ്.
അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും ഈ മൊത്തത്തിലുള്ള നമ്പറിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റും. ഇനി ഞാൻ വേറൊരു നമ്പർ തരാം. ഈ ഒരു നമ്പറിൽ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് 237678 എന്നാണ്. ഇത് ഞാൻ ചോദിക്കുന്നു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത്രയും മാത്രം നോക്കിയാൽ മതി. 80 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും 237678 എന്ന് പറയുന്ന ഈ മൊത്തത്തിലുള്ള നമ്പറിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷനിലേക്ക് ഇനി വരാം. നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എന്താ, 47325 ഇവിടെ സ്റ്റാർ കൊടുത്തു, 0 എന്ന് കൊടുത്തു. ഇപ്പോൾ ഈ ഒരു നമ്പറിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതോ ഒരു നമ്പർ അവിടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 47325 എന്ന് പറയുന്ന ആ ഒരു നമ്പറിനെ 4 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഞാനിവിടെ 0, 1, 3, 5 എന്നിങ്ങനെയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഞാൻ ഏറ്റവും അവസാനത്തെ ഓപ്ഷനായ 50 ഞാനിവിടെ കൊടുത്തു, അതായത് 5 കൊടുത്തു. അപ്പോൾ നിങ്ങൾ നോക്കുക, അവസാനത്തെ ഡിജിറ്റ് നോക്കുമ്പോൾ 50 എന്തല്ല, 4ന്റെ ഗുണിതമല്ല. അപ്പോൾ നമുക്ക് അതല്ല അവിടെ ചേർക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഞാനവിടെ 3 ചേർത്തു, അപ്പോൾ 30 കിട്ടി, അത് 4ന്റെ ഗുണിതമല്ല. ഇനി ഞാനവിടെ 1 ചേർത്താൽ 10 എന്നാണ് കിട്ടുക, അത് 4ന്റെ ഗുണിതമല്ല. പിന്നെ ഉള്ളത് എന്താണ്, 0, 0 എന്ന് വരും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അവസാനത്തെ ഈ 2 ഡിജിറ്റ് എന്ന് പറയുന്നത് 0, 0 വന്നു കഴിഞ്ഞാൽ അതെന്താണ്, 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് 47325 00 എന്ന് പറയുന്ന നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ 1 ആണ് നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ നമ്മൾ 2ന്റെയും പഠിച്ചു, 4ന്റെ ഡിവിസിബിലിറ്റിയും പഠിച്ചു. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ന്റെ ഡിവിസിബിലിറ്റിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരുമിച്ച് 2ഉം 4ഉം 8ഉം ഒരുമിച്ച് പഠിച്ചു വെച്ചാൽ നമുക്കത് മറക്കാതെ ഓർത്തിരിക്കും. ഇപ്പോൾ 2ന്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്, അവസാനത്തെ ഡിജിറ്റാണ് നമ്മൾ പരിശോധിച്ചത്. അവസാനത്തെ ഡിജിറ്റ് ഇരട്ടയാണോ 0 ആണോ എന്ന് പരിശോധിച്ചു. അതേ സമയത്ത് 4ന്റെ കേസിലേക്ക് വരുമ്പോൾ അവസാനത്തെ 2 ഡിജിറ്റ് പഠിച്ചു. അത് ഒന്നെങ്കിൽ 0, 0 ആയിരിക്കും, അല്ലെങ്കിൽ അവസാനത്തെ 2 ഡിജിറ്റ് എന്ന് പറയുന്നത് 4ന്റെ ഗുണിതമായിട്ടുള്ള നമ്പർ ആയിരിക്കും. എന്നാൽ 8ന്റെ കേസിലേക്ക് വരുമ്പോൾ അവസാനത്തെ 3 ഡിജിറ്റാണ് നമ്മൾ പരിശോധിക്കുന്നത്. അത് ഒന്നെങ്കിൽ 0, 0, 0 എന്നായിരിക്കും, 3 0 ആയിരിക്കും, അതല്ലെങ്കിൽ എന്തായിരിക്കും, 8ന്റെ ഗുണിതമായിരിക്കും. അപ്പോൾ അവസാനത്തെ 3 ഡിജിറ്റ് നമ്മൾ എടുത്തു നോക്കുന്നു. 8ന്റെ കേസിലേക്ക് വരുമ്പോൾ അത് ഒന്നെങ്കിൽ 0, 0, 0 എന്നായിരിക്കും, അതല്ലെങ്കിലോ 3 ഡിജിറ്റ് എടുത്തു നോക്കിയാൽ ആ 3 എണ്ണവും കൂടെ നമ്മൾ നോക്കുമ്പോൾ അതൊന്നെങ്കിൽ എന്തായിരിക്കും, 8ന്റെ ഗുണിതമായിരിക്കും. ഉദാഹരണമായിട്ട് 2, 3, 5, 3, 0, 0, 0 എന്നൊരു നമ്പർ തന്നു. ഇത് 8ന്റെ ഗുണിതമാണെന്ന് നോക്കിയാൽ നിങ്ങൾ ഇത്രയും മാത്രം ചെക്ക് ചെയ്താൽ മതി. 3 0 ആണ്. അപ്പോൾ നമുക്ക് പറയാം 2, 3, 5, 3, 0, 0, 0 എന്ന് പറയുന്ന നമ്പർ എന്താണ്, 8ന്റെ ഗുണിതമാണെന്ന് പറയാൻ പറ്റും. ഇനി മറ്റൊരു നമ്പർ തരാം, 2, 5, 3, 0, 3, 4, 0 എന്ന് പറയുന്ന ഒരു നമ്പർ തന്നിരിക്കുകയാണ്. 3, 4, 0 എന്ന് പറയുന്ന ഒരു നമ്പർ തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേസിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ അവസാനത്തെ ഇത്രയും ഡിജിറ്റ് മാത്രം നിങ്ങൾ എടുത്തു നോക്കുക. 340 എന്ന് പറയുന്നത് 8ന്റെ ഗുണിതമാണോ എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 340 എന്ന് പറയുന്നത് 8ന്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കൂലേ. അതിന് ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇതൊരു ഒറ്റസംഖ്യയാണ്. ഇതെന്താണ്, ഇതൊരു ഒറ്റസംഖ്യയാണ്. ഇങ്ങനെ ഇവിടെ ഒരു ഒറ്റസംഖ്യയാണ് വരുന്നതെങ്കിൽ ഈ ഒരു നമ്പർ ഉണ്ടല്ലോ, പിന്നെ വരുന്ന ഈ 40 എന്ന് പറയുന്ന നമ്പർ അല്ലേ, അതിനോട് 4 കൂട്ടുക. 44 എന്ന് കിട്ടിയില്ലേ. ഈ 44 എന്ന് പറയുന്നത് 8ന്റെ ഗുണിതമാണോ എന്ന് നോക്കുമ്പോൾ 8ന്റെ ഗുണിതമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഈ 340 എന്തല്ല, 8ന്റെ ഗുണിതമല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം 2, 5, 3, 0, 3, 4, 0 എന്ന് പറയുന്നത് എന്തല്ല, 8ന്റെ ഗുണിതമല്ല എന്ന് പറയാൻ പറ്റും. ഇനി അതേ സമയത്ത് ഞാൻ ഈ ഒരു നമ്പർ ഒന്ന് മാറ്റുകയാണ്. ഈ ഒരു നമ്പർ മാറ്റിയിട്ട് വേറെ നമ്പർ തരാം. 2, 5, 3, 4, 5, 2 എന്ന് പറയുന്ന ഒരു നമ്പർ ഞാൻ തരികയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ 8ന്റെ ഗുണിതമാണോ ഈ ഒരു നമ്പർ എന്ന് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 3 നമ്പറുകളാണ് എടുക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ നോക്കുമ്പോൾ 452 ആണ്. ഇനി അത് 8ന്റെ ഗുണിതമാണോ എന്ന് മനസ്സിലാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഇതൊരു ഇരട്ട നമ്പർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇരട്ട നമ്പർ അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ അവസാനത്തെ ഈ 2 നമ്പറുകൾ എടുക്കുക. എന്നിട്ട് അത് 8ന്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ 4 കൂട്ടാനൊന്നും പോകണ്ട. 4 കൂട്ടേണ്ട എപ്പോഴാണ്, ഇവിടെ ഒരു ഒറ്റ സംഖ്യ. ഇപ്പോൾ 3 ആണ് ഇവിടെ തന്നെങ്കിൽ ഈ 4ന്റെ സ്ഥാനത്ത് 3 എന്നാണ് തന്നെങ്കിൽ അത് ഒറ്റസംഖ്യയാണ് വരുന്നെങ്കിൽ ഈ 52-നോടൊപ്പം എന്ത് കൂട്ടണം, 4 കൂട്ടണം. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് 8ന്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യുക. 8ന്റെ ഗുണിതമാണെങ്കിൽ നമുക്ക് പറയാം 452. അതായത് അവിടെ തന്നിരിക്കുന്ന ഒറ്റസംഖ്യ അതോടൊപ്പം തന്നെ ആ 2 അക്കങ്ങളും കൂട്ടുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും,
8ന്റെ ഗുണിതമാണ്. അപ്പോൾ മൊത്തത്തിലുള്ള നമ്പർ എന്തായിരിക്കും 8ന്റെ ഗുണിതമാണെന്ന് പറയാം. പക്ഷെ ഇവിടെ എന്താണ് ഇരട്ട സംഖ്യയാണ്. അങ്ങനെയാണെങ്കിൽ 52 എന്ന് പറയുന്നത് 8ന്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. നമുക്കറിയാം 8 6 48 8 7 56 അപ്പോൾ 52 എന്നല്ല 8ന്റെ ഗുണിതമല്ല. അങ്ങനെയാണെങ്കിൽ 452 എന്നല്ല 8ന്റെ ഗുണിതമല്ല. അങ്ങനെയാണെങ്കിൽ ഈ 2 5 3 4 5 2 എന്നല്ല 8ന്റെ ഗുണിതമല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും മനസ്സിലേക്ക് വരണം. പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. 8ന്റെ ഗുണിതമാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ അവസാനത്തെ 3 ഡിജിറ്റ് ആണ് എടുക്കേണ്ടത്. ഒന്നെങ്കിൽ അധികം 000 എന്നായിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ അത് 8ന്റെ ഗുണിതമാണ്. അതല്ലെങ്കിൽ ഈ 3 ഡിജിറ്റ് എടുത്ത് നമ്മൾ നോക്കുമ്പോൾ അത് 8ന്റെ ഗുണിതമായിട്ടുള്ള ഒരു നമ്പർ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും മൊത്തത്തിലുള്ള നമ്പർ 8ന്റെ ഗുണിതമാണെന്ന്. ഇനി നമ്മൾ പറഞ്ഞ മറ്റൊരു പോയിന്റ് ആണ്, തന്നിരിക്കുന്ന ഒരു നമ്പർ 453732 എന്ന് പറയുന്ന നമ്പർ തന്നിരിക്കുകയാണ്. നിങ്ങൾ നോക്കുമ്പോൾ ഈ 732 8ന്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്. ഈ 732 8ന്റെ ഗുണിതമാണോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഒറ്റ സംഖ്യയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ 32 4 കൂട്ടിയാൽ 36 കിട്ടും. അത് 8ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. നിങ്ങൾക്കറിയാം അത് 8ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ 732 8ന്റെ മൾട്ടിപ്പിൾ അല്ല. അങ്ങനെയാണെങ്കിൽ 4 5 3 7 3 2 എന്തല്ല 8ന്റെ മൾട്ടിപ്പിൾ അല്ല എന്ന് പറയാം. ഇനി ആ 7ന്റെ സ്ഥാനത്ത് 4 5 8 3 2 എന്നാണ് വന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ 8 എന്ന് പറയുന്നത് ഇരട്ട സംഖ്യയാണ്. അതായത് നിങ്ങൾ നോക്കുമ്പോൾ ഇത് 3 ആണ്. നിങ്ങൾ 8ന്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുക. അപ്പോൾ 832 8ന്റെ ഗുണിതമാണോ എന്ന് നോക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 8 എടുത്ത് നോക്കുമ്പോൾ അതൊരു ഇരട്ട സംഖ്യയാണ്. അപ്പോൾ നിങ്ങൾ പിന്നെ ഇത് രണ്ടും മാത്രം കൺസിഡർ ചെയ്താൽ മതി. 32 എന്ന് പറയുന്നത് 8ന്റെ ഗുണിതമാണ്. 832 അപ്പോൾ 8ന്റെ ഗുണിതമാണ്. അതുകൊണ്ട് 4 5 8 3 2 എന്തായിരിക്കും 8ന്റെ ഗുണിതമാണെന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ 8ന്റെ ഗുണിതം ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ ഓപ്ഷനിലേക്ക് വരാം. ഏതാണ് നമ്മുടെ ഉത്തരമെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒന്നാമത്തെ ഓപ്ഷനിൽ 3 0 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെന്താണ് 8ന്റെ ഗുണിതമാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, 8 കൊണ്ട് ഹരിക്കാൻ പറ്റാത്ത നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ 4 8 8 എന്നാണ് കൊടുത്തിരിക്കുന്നത്. 4 8 8 എന്ന് പറയുന്ന ആ ഒരു 3 നമ്പറുകൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊരു ഇരട്ട സംഖ്യയാണ്. പിന്നെ നിങ്ങൾ ഇത് മാത്രം പരിശോധിച്ചാൽ മതി. അതപ്പോൾ നോക്കുമ്പോൾ 88 എന്നാണ് തന്നിരിക്കുന്നത്. 88 നിങ്ങൾക്ക് അറിയാം 8ന്റെ ഗുണിതമാണ്. അങ്ങനെയാണെങ്കിൽ 488 8ന്റെ ഗുണിതമാണ്. അങ്ങനെയാണെങ്കിൽ 5 5 7 1 4 8 8 എന്നാണ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്താണ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഉത്തരമല്ല. നമ്മുടെ ഉത്തരം എന്താണ് 8 കൊണ്ട് ഹരിക്കാൻ പറ്റാത്ത നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്ത നോക്കുക, 2 7 5 6 2 0 0. അവിടെ നമ്മൾ 2 0 0 ആണ് എടുക്കേണ്ടത്. 2 0 0 എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇരട്ട സംഖ്യ. പിന്നെ 0 0 എന്തായാലും പറ്റും. അങ്ങനെയാണെങ്കിൽ 200 നോക്കുമ്പോൾ നമുക്കറിയാം 25 × 8 എന്ന് പറയുമ്പോൾ 200. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 200 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 7 5 6 2 0 0 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. ഇനി അടുത്ത് നോക്കുമ്പോൾ 3 2 2 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന അവസാനം. അപ്പോൾ 3 2 2 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ 3 ആണ് ഇവിടെ ഉള്ളത്, ഒറ്റ സംഖ്യ. അപ്പോൾ 24 4 കൂട്ടി അപ്പോൾ നമുക്ക് അവിടെ 26 എന്ന് കിട്ടി. 26 പറ്റുമോ? പറ്റത്തില്ല. 322 അപ്പോൾ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 6 1 7 5 3 2 2 എന്നാണ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 8ന്റെ ഡിവിസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നത്. 2ഉം 4ഉം 8ഉം നമ്മളിപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ 2ന്റെ കേസിൽ അവസാനത്തെ ഒറ്റ ഡിജിറ്റ് നോക്കിയാൽ മതി. അത് ഒന്നെങ്കിൽ 0 ആകും അല്ലെങ്കിൽ ഇരട്ടയാകും. 4ന്റെ കേസിൽ അവസാനത്തെ 2 ഡിജിറ്റ് നമ്മൾ നോക്കും. അത് ഒന്നെങ്കിൽ 0 0 ആയിരിക്കും അല്ലെങ്കിൽ 4ന്റെ ഡിവിസിബിൾ ആയിരിക്കും. ഇനി 8ന്റെ കേസിൽ അവസാനത്തെ 3 ഡിജിറ്റ് നോക്കും. ഒന്നെങ്കിൽ 0 0 0 അല്ലെങ്കിൽ അത് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതെങ്ങനെയാണ് സിമ്പിളായിട്ട് നോക്കാമെന്നും കൂടെ നമ്മളിവിടെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്തിന്റെ ഒന്നാമത്തെ പാർട്ടാണ് നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തിയത്. തൊട്ടടുത്ത വീഡിയോ ക്ലാസ്സിൽ നമുക്കിനി ബാക്കിയുള്ളത് എന്തൊക്കെയാണ്, 3ന്റെ ഡിവിസിബിലിറ്റി, 6ന്റെ ഡിവിസിബിലിറ്റി, 9ന്റെ ഡിവിസിബിലിറ്റി, അതായിരിക്കും തൊട്ടടുത്ത വീഡിയോ ക്ലാസ് നമ്മൾ പരിചയപ്പെടുത്തുക. അങ്ങനെ നമ്മൾ കുറച്ചീച്ചയായിട്ട് ഇത്തരത്തിൽ നമുക്ക് മാത്സ് പരിചയപ്പെട്ടു പോകാം. അപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് 10 മണി സമയത്ത് നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. ഒപ്പം നമ്മൾ ഒരു ടെലിഗ്രാം ചാനലിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഗുണപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ കറക്റ്റ് ഓർഡറിൽ നിങ്ങൾക്ക് ആ ക്ലാസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ PDF മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തിയ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നെയാണ് വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ മാത്സ് എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെടുത്തി കൂടുതൽ ക്ലാസ്സുകളൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ എത്തിക്കാൻ താല്പര്യം വരിക.
അപ്പോൾ അതിന് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ക്ലാസ്സുകളൊക്കെ കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലുകളൊക്കെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ക്ലാസ്സിൽ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.